ഇപ്പോൾ റിട്ടയർ SP ശ്രീ സക്കറിയ ജോർജോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ ലോൺ ആപ്പിനെതിരെ നിലവിൽ പോലീസ് കേസ് എടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇൻസ്റ്റാപേ എന്നൊരു ആപ്പിനെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ നമുക്കറിയാം എത്രത്തോളം ലോൺ ആപ്പുകൾ ലഭ്യമാണ് ഇന്ന്. ഒരുപാട് ആളുകൾ പലപ്പോഴും, കാരണം പൊതുവേ ഇങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ തന്നെ ആളുകൾ എത്തുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ഒരു ആധാർ കാർഡും അല്ലെങ്കിൽ പാൻ കാർഡും ഉണ്ടെങ്കിൽ മാത്രം പലപ്പോഴും ഈ ഇതുപോലുള്ള ആപ്പുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നുണ്ട്. RBIയുടെ ഒക്കെ തന്നെയും അംഗീകാരമില്ലാത്തവയാണ് ഇവയൊക്കെ. സൗകര്യമായിട്ട് ഇങ്ങനെ വിതരണം നടത്തുന്നതാണ് ഈ ആപ്പുകളൊക്കെ തന്നെ. വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇതിലേക്കൊക്കെ തന്നെയും അകപ്പെട്ടു പോകുന്നത്. അവരെ പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ തന്നെയാണ് ഈ ലോൺ ആപ്പുകളൊക്കെ മാറിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലൊരു ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കേസ് എടുത്തത് മൂലം മാത്രം ഇത്രയും വലിയൊരു ആപ്പുകൾ അല്ലെങ്കിൽ ഇതിന്റെ വലിയൊരു ലോബിയിലേക്കൊക്കെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? ശരിക്കും കർശനമായ നിയമവ്യവസ്ഥ അടക്കം ഇതിനൊരു ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഇതിന് ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, മനുഷ്യന് പണമില്ലാതെ വരുമ്പോഴേ, പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പണം തേടാനായിട്ട് നോക്കുമ്പം അതുപോലെ ഏറ്റവും കുറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് പണം എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തില് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കേണ്ടതും അതുപോലെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കേണ്ടതും പോലീസിന്റെ ചുമതലയാണ്. പോലീസിനകത്ത് ദേ ഹാവ് ഫെയിൽഡ് മിസറബിളി. എത്രയോ ഇൻസിഡന്റ് ഉണ്ടായി. എത്രയോ കോളേജുകളിൽ റാഗിങ് വഴിയും, നമ്മുടെ ജിഷ്ണു പ്രണോയ് നെഹ്റു കോളേജ് പാലക്കാട് ഒക്കെ എത്ര ഇൻസിഡൻസ് ഉണ്ടായി. എന്താ പോലീസ് കണ്ണുറക്കാത്തെ? ADGP ക്രൈംസും ADGP ലോ ആൻഡ് ഓർഡറും ADGP സൈബറും ക്രൈംസും ഒക്കെ നല്ലതായിട്ട് പൊതുജനത്തിന്റെ കാശില് നല്ല ആഹാരമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് നിദ്രയാണ്. ഒരു മാന്യദേഹത്തിന് ഇന്നും നേരമില്ല. അദ്ദേഹം ഗൾഫില് ഒരു സ്പാ ഉദ്ഘാടനം ചെയ്യാൻ പോയേക്കുവാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് സ്പായൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന എന്തിനാണ് നമുക്കറിയാമല്ലോ. അപ്പം ഈ കുട്ടികളുടെ ജീവൻ, ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ് വലുത്. പോലീസിന് കുട്ടികളുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിന് നികുതി പണത്തിൽ ഇങ്ങനൊരു ഫോഴ്സിനെ തീറ്റി പോറ്റണം? പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലജ്ജിക്കണം. പഴയ കാലത്ത് പോലീസ് സേനയെ ലീഡ് ചെയ്തവര് ഹീനസ് ക്രൈംസ് നടക്കുമ്പം അവരുടെ ഇൻഎഫിഷ്യൻസി ആണെന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടായിരുന്നു. നാണമില്ലാത്ത ഒരു ലീഡർഷിപ്പ് ആയതുകൊണ്ട് ഒരു ആഫ്രിക്കൻ പ്രോബ് ചേർത്ത് ഞാൻ പറയുന്നു. വെൻ എ ഫിഷ് നോട്ട്, അതായത് മീൻ ചീഞ്ഞളിയുമ്പോൾ ആദ്യം ദുർഗന്ധം വരുന്നത് തലയിൽ നിന്നാണ്. ദ ഹെഡ് സ്റ്റിങ്സ് ഫസ്റ്റ്. വെൻ ദ ഫിഷ് റോട്ട്, ദ ഹെഡ് സ്റ്റിങ്സ് ഫസ്റ്റ്. അപ്പൊ എവിടാണ്? തലപ്പത്താണ് ഇതിന്റെ കുഴപ്പം. അവിടുത്തെ ജീർണത കൊണ്ടാണ് താഴത്തെ പോലീസ് ഫോഴ്സ് ഒന്നും ഇല്ലാത്ത. പോലീസിനെ വഴിയിലിട്ടടിക്കുന്നു, പോലീസിന് പ്രൊട്ടക്ഷൻ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ആണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാകുമ്പം ആരുമില്ല ചോദിക്കാൻ. നമുക്കറിയാം, രാജീവ് എന്ന് പറഞ്ഞൊരു പയ്യനെ തെന്മല പോലീസ് സ്റ്റേഷനില് പണ്ട് ഭ്രാന്തന്മാരെ ചങ്ങലക്കിടുമെന്ന് കേട്ടിട്ടുണ്ട്, നായ്ക്കുട്ടികളെ തുടലിട്ട് പൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെ കമ്പിയിലാണ് പൂട്ടിക്കെട്ടിയത്. ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ഒരു നടപടിയുമില്ല. അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. അദ്ദേഹം ദളിതായിരുന്നു രാജീവ്. നമുക്കറിയാം, സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിച്ചതെല്ലാം കണ്ടതാണ്. എന്ത് ആക്ഷൻ ഉണ്ടായി? അപ്പോഴും ഇത് ഞാൻ ആ ഒരു ചർച്ചയില് ഞാൻ പറഞ്ഞാണ്, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. എന്നും ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ടവരാണ്. നമ്മൾ അവരുടെ കണ്ടീഷൻ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തെ അലേർട്ട് ചെയ്യണം. മീഡിയയിൽ ഒരു ചർച്ച വന്നുകൊണ്ടൊന്നും കാര്യമില്ല. അപ്രോപ്രിയേറ്റ് ആക്ഷൻ വേണം. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യും. വെറുതെ പേരിനൊരു കേസ് എടുക്കും. അവര് റിട്ടയർഡ് ജഡ്ജസ് ആണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് റൂത്ത്ലെസ് ആണ്. അവർക്ക് റെക്കമെൻഡറി ആണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ കുന്നംകുളത്ത് ഇടികിട്ടിയ ആളും കൂടെ ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ് സെഷൻ ജഡ്ജിനെ ആക്കിക്കൊണ്ട് 2013 നോട്ടിഫിക്കേഷൻ ഇറങ്ങി. 2015 ഓർഡറായി. ഹൈക്കോടതി കേസ് കൊടുത്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ അതിന്റെ പാർട്ടിയാക്കി. അതിന് റൂൾസ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് കോടതിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ് വന്നിട്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ 15, 20, 25 കോടിയൊക്കെ ഫൈൻ ഇടണം. ഇല്ലെങ്കിൽ മരണം വരെ അവരെ ജയിലിൽ വിടുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാകണം. നിയമത്തിന്റെ അപര്യാപ്തതയും ഉണ്ട്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് ലോയിൽ ഇല്ല. അവിടാണ്
മനുഷ്യന് ഹ്യൂമൻ ഡിഗ്നിറ്റി പറയുന്നത്. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ, ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ പാവപ്പെട്ടവൻ എവിടെ ഉണ്ട് ഡിഗ്നിറ്റി? അത് ജാതിയുടെ അപ്പുറത്താണ്. പാവം എന്ന് പറഞ്ഞ ദരിദ്രനാണ്. അപ്പൊ ദരിദ്രന്റെ ഡിഗ്നിറ്റി ഹോൾഡ് ചെയ്യേണ്ടത് ചുമതല സ്റ്റേറ്റിന്റെയാണ്, വെൽഫെയർ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഇസ് ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊട്ടക്ട് ദ ഡിഗ്നിറ്റി ഓഫ് എ സിറ്റിസൺ. ഇതൊന്നും ചെയ്യുന്നില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ചർച്ച ചെയ്താല് ഹൂ ക്യാൻ ഗീവ് ബാക്ക് ദ ലൈഫ്? നഷ്ടപ്പെട്ട പോയ മനുഷ്യന്റെ ജീവൻ ആര് തിരിച്ചു കൊടുക്കും? ആർക്ക് കൊടുക്കാൻ കഴിയും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിചാരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടർ വിചാരിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ പുരോഹിതൻ വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. ആ മാതാപിതാക്കളെ മരണം വരെയും പുത്രദുഃഖത്തോടെ അവരെ സങ്കടപ്പെട്ട് വിലപിച്ച് ജീവിക്കേണ്ടി വരും. ഇതിന്റെ കാരണക്കാരി സിസ്റ്റമാണ്. സിസ്റ്റത്തെ ലീഡ് ചെയ്യുന്നവരാണ്. താഴത്തെ ഒരു കോൺസ്റ്റബിളോ അല്ലെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറോ സീനിയർ പോലീസ് ഓഫീസറോ വിചാരിച്ചാൽ ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുന്നില്ല. ഉന്നത ശമ്പളങ്ങൾ പേ കമ്മീഷനിൽ തർക്കിച്ച് വലിയ ശമ്പളം വാങ്ങിച്ച് കൊഴുത്ത് ആർപ്പാട ജീവിതത്തിൽ സുവിച്ച് അർമാദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ലജ്ജിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിസ്റ്റം ഉണരണം. ഹ്യൂമൻ റൈറ്റ്സ് കേസ് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് വിധി വരുന്നില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ എത്രയോ നാള് നിന്നിട്ടാണ് 2011 ഫയൽ ചെയ്ത് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഓർഡർ വരുന്നത്. ഇപ്പം നിയമം ഉണ്ടാക്കണം, ഹ്യൂമൻ റൈറ്റ്സ് റൂൾസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസിട്ടിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പൊ എല്ലാവരും മനുഷ്യാവകാശത്തെ പറ്റി വളരെ ആധികാരികമായി സംസാരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയും നിയമം വേണ്ടെന്ന് ഉണ്ടാക്കാതിരിക്കുകയും ഇനി ഉള്ള നിയമങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ എന്ത് ഈ നാട്ടിൽ പ്രതീക്ഷിക്കാൻ പറ്റും? ഇതിനൊക്കെ മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ സക്കറിയ ജോർജ് പ്രതികരണത്തിന് അദ്ദേഹം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.